സർവകക്ഷി യോഗത്തിന് ശേഷം ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് അതിലേക്ക് മടങ്ങിയെത്താം. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കൃഷിവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതി മൂലം സംസ്ഥാനത്തെ കാർഷിക രംഗത്ത് 1000 കോടി രൂപയുടെ നഷ്ടം. അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകൾ എന്ന പേരിൽ കൃഷിഭവൻ വഴി കർഷകർക്ക് നൽകിയത് പതിര് കലർത്തിയ നെൽവിത്തുകൾ. കൃഷിവകുപ്പിൽ കഴിഞ്ഞ കാലത്ത് നടന്ന സംഘടിത കൊള്ളയാണെന്ന് അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഞെട്ടിക്കുന്ന കണ്ടെത്തൽ സ്പെഷ്യൽ വിജിലൻസ് സെല്ലിന്റെ അന്വേഷണ റിപ്പോർട്ടിലാണ്. സംസ്ഥാന വിത്ത് വികസന അതോറിറ്റിയിലെ ക്രമക്കേടിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കൃഷിവകുപ്പിലെ മുൻ ഡയറക്ടർ അശോക് കുമാർ തെക്കനെയും ഉന്നത ഉദ്യോഗസ്ഥയായ PK ബീനയെയും സസ്പെൻഡ് ചെയ്തതിന് ആധാരമായ അന്വേഷണ റിപ്പോർട്ടിലാണ് കേരളത്തിന്റെ കാർഷിക മേഖലയെ കുളം തോണ്ടിയ അഴിമതിയുടെ വിശദാംശങ്ങളുള്ളത്. എറണാകുളം കാലടിയിൽ പ്രവർത്തിക്കുന്ന കേരള അഗ്രോ സീഡ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് കൃഷിവകുപ്പ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 68 കോടിയിലേറെ രൂപയുടെ വിത്തിനങ്ങളാണ് വാങ്ങിക്കൂട്ടിയത്. കർണാടക കൃഷിവകുപ്പിന്റെ അംഗീകൃത വിതരണ ഏജൻസി എന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു സ്ഥാപനം വിത്തിനങ്ങൾ വിതരണം ചെയ്തത്. ടെൻഡറും ധാരണാപത്രവുമില്ലാതെയാണ് ഇത്തരം ഒരു വൻകിട കരാറിൽ സംസ്ഥാന വിത്ത് വികസന ഏജൻസി ഏർപ്പെട്ടത്. മുളയ്ക്കാൻ സാധ്യതയില്ലാത്ത പതിര് കലർന്ന നെല്ല് വിത്തിനൊപ്പം കൂട്ടിക്കലർത്തി കൃഷിഭവനുകൾ വഴി കർഷകർക്ക് വിതരണം ചെയ്തു എന്ന ഗുരുതര കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ട്. ഇതേ തുടർന്ന് വിവിധ പാടശേഖര സമിതികളും കർഷകരും പരാതിയുമായി രംഗത്തെത്തിയതായി കൃഷിവകുപ്പിലെ ആഭ്യന്തര വിജിലൻസ് തലവൻ അനിൽകുമാർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതി മൂലം കാർഷിക രംഗത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1000 കോടി രൂപയുടെ ഉൽപാദന നഷ്ടമുണ്ടായതായുള്ള ഞെട്ടിക്കുന്ന കണ്ടെത്തലും റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. കർണാടക സീഡ് കോർപ്പറേഷന്റെ വിത്തെന്ന് കേരള കൃഷിവകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഉന്നത ഉദ്യോഗസ്ഥരായിരുന്ന PK ബീനയും KJ ഒനിയിലും കരാറിലേർപ്പെട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നാഷണൽ സീഡ് കോർപ്പറേഷനിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വിത്തിനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നിരിക്കെ കൂടിയ വിലയ്ക്ക് സ്വകാര്യ സ്ഥാപനവുമായി കരാറിലേർപ്പെട്ടതുവഴി സർക്കാർ ഖജനാവിന് കോടികളുടെ വരുമാന നഷ്ടമുണ്ടായതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കൃഷിവകുപ്പിൽ വിവിധ കാലയളവുകളിൽ ജോലി നോക്കിയിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുതൽ കൃഷി അസിസ്റ്റന്റ് വരെയുള്ള 16ഓളം ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണവും വകുപ്പുതല നടപടിയും വേണമെന്നും കൃഷിവകുപ്പിനെയും സർക്കാരിനെയും വഞ്ചിച്ച കേരള അഗ്രോ സീഡ്സ് എന്ന സ്ഥാപനത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. തൃശൂർ മതിലകത്ത് കള്ളനോട്ടടി യന്ത്രവുമായി പിടിയിലായ BJP പ്രവർത്തകൻ വ്യാജ കറൻസികൾ വിതരണം ചെയ്ത് കബളിപ്പിച്ചത് തീരദേശ മേഖലയിലെ സാധാരണക്കാരെ. മത്സ്യത്തൊഴിലാളികൾക്കും ലോട്ടറി വിൽപ്പനക്കാർക്കും പെട്രോൾ പമ്പുകളിൽ കള്ളനോട്ടുകൾ നൽകിയതായി പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ BJP നേതാക്കളുടെ ബന്ധം അന്വേഷിക്കണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും CPM തൃശൂർ ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. യന്ത്ര സംവിധാനങ്ങൾ ഒരുക്കി വീട്ടിൽ കള്ളനോട്ട് നിർമ്മിച്ച് പിടിയിലായ യുവമോർച്ച നേതാവ് ഏരാച്ചേരി രാകേഷ് വ്യാജനോട്ടുകൾ നൽകി നിരവധി സാധാരണക്കാരെ കബളിപ്പിച്ചതായാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. വേണ്ടത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാത്ത തീരദേശ മേഖലയാണ് നോട്ടുകളുടെ വിതരണത്തിനായി തിരഞ്ഞെടുത്തത്. മത്സ്യത്തൊഴിലാളികൾ, ലോട്ടറി വിൽപ്പനക്കാർ, പെട്രോൾ പമ്പുകൾ തുടങ്ങി തിരക്കേറിയ ചെറിയ വ്യാപാര കേന്ദ്രങ്ങളിൽ വരെ രാകേഷും സഹോദരൻ രാജീവും കള്ളനോട്ടുകൾ കൈമാറ്റം ചെയ്തു. പ്രാദേശികമായി പണം പലിശയ്ക്ക് നൽകിയിരുന്ന സഹോദരങ്ങൾക്കെതിരെ നിരവധി പരാതികൾ ഇടപാടുകാർ നൽകിയിരുന്നു. പലിശയ്ക്ക് നൽകിയ പണത്തിലും വ്യാജ കറൻസികൾ വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. വൻതോതിൽ കള്ളനോട്ടുകൾ വ്യാപകമാകുന്നുവെന്നും സംഭവത്തിൽ മറ്റ് BJP നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്നും CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ 2 പേരെയാണ് പ്രതികളാക്കിയിരിക്കുന്നത്, ഒരു ചേട്ടനേനിയനും. അവർ മാത്രമല്ല, ഉന്നതങ്ങൾ ഇതിൽ പങ്കുണ്ടാവും. ആ ഉന്നതങ്ങളിലെ പങ്കിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനിടെ പിടിയിലായ രാകേഷ് BJP സംസ്ഥാന നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായത് നേതൃത്വത്തെ വെട്ടിലാക്കി. കള്ളപ്പണത്തിനെതിരെ ശോഭാ സുരേന്ദ്രൻ നടത്തിയ ജാഥയുടെ പോസ്റ്ററിലും ഇയാളുടെ ചിത്രം ഉണ്ടായിരുന്നു. പിടിയിലായ BJP 5ാം പരുത്തി ബൂത്ത് പ്രസിഡന്റ് രാകേഷിനെ കോടതിയിൽ ഹാജരാക്കി. ഒളിവിൽ പോയ ഇയാളുടെ സഹോദരൻ രാജീവ സംസ്ഥാനം വിട്ടുവെന്ന സൂചനയെ തുടർന്ന് അന്വേഷണം അന്യസംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം പുതിയ വഴിത്തിരിവിലേക്ക്. ADGP B. സന്ധ്യ നടിയിൽ നിന്നും വീണ്ടും മൊഴിയെടുത്തു. നടിയെ ആക്രമിച്ചതിനു പിന്നിൽ സിനിമാ മേഖലയിലുള്ളവർക്ക് ബന്ധമുണ്ടെന്ന പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മൊഴിയെടുത്തത്. പുതിയ വെളിപ്പെടുത്തൽ പ്രമുഖ നടനെതിരെയുള്ള ട്രാപ്പാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാക്കനാട് ജില്ലാ ജയിലിൽ മറ്റൊരു കേസിൽ സഹതടവുകാരനായ ജിൻസനോടാണ് പൾസർ സുനി പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത്. നടിയെ ആക്രമിച്ചതിന് പിന്നിൽ സിനിമാ രംഗത്തുള്ളവർക്ക് ബന്ധമുണ്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ. പ്രമുഖ നടന്റെ കൊട്ടേഷൻ പ്രകാരമാണ് തട്ടിക്കൊണ്ടുപോയതെന്നും നടിയുടെ യാത്രാവിവരങ്ങൾ സുനിക്ക് കൈമാറിയത് നടനുമായി അടുത്ത ബന്ധമുള്ള സംവിധായകനാണെന്നും പൾസർ സുനി ജിൻസനോട് പറഞ്ഞതായാണ് വിവരം.
കൂടാതെ പണം തന്നില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയുമെന്ന് ചൂണ്ടിക്കാട്ടി ജിൻസൺ മുഖാന്തരം പൾസർ സുനി സംവിധായകന് കത്ത് കൈമാറിയെന്നും വിവരം പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ജിൻസണിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. ജിൻസന്റെ 164 പ്രകാരം കോടതിയിൽ നിന്ന് മൊഴിയെടുപ്പിക്കാനുള്ള നീക്കവും പോലീസ് നടത്തുന്നുണ്ട്. പുതിയ വെളിപ്പെടുത്തലിന്റെയും സംഭവവികാസങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ നടിയിൽ നിന്നും വീണ്ടും മൊഴിയെടുത്തത്. പൾസർ സുനിയുടെ വെളിപ്പെടുത്തലിൽ പറയുന്ന സംവിധായകനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. കഴിഞ്ഞ ഫെബ്രുവരി 17 രാത്രിയാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചത്. ഏപ്രിൽ 18 പൾസർ സുനി ഉൾപ്പെടെ 7 പ്രതികൾക്കെതിരെ കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു. പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സംഘം കൂടുതൽ അന്വേഷണം നടത്തി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വകാര്യ ചടങ്ങുകളിൽ മദ്യം വിളമ്പുന്നതിന് അധികൃതരുടെ അനുമതി വേണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവ്. എന്നാൽ അനുവദനീയമായ പരിധിക്കപ്പുറം മദ്യം കൈവശം വെക്കരുതെന്നും ഇത്തരം ചടങ്ങുകളിൽ മദ്യവിൽപ്പന പാടില്ലെന്നും കോടതി ഉത്തരവിലുണ്ട്. സ്വകാര്യ ചടങ്ങുകളിൽ മദ്യം വിളമ്പിയാൽ ഉദ്യോഗസ്ഥർ ഇടപെടരുതെന്നും കോടതി നിർദ്ദേശിച്ചു. നിലവിൽ സ്വകാര്യ ചടങ്ങുകളിൽ മദ്യം വിളമ്പുന്നതിന് എക്സൈസ് വകുപ്പിന്റെ താൽക്കാലിക ലൈസൻസ് ആവശ്യമാണ്. 50,000 രൂപ അടച്ച് FL6 ലൈസൻസ് എടുക്കുന്നവർക്ക് മാത്രമേ സ്വകാര്യ ചടങ്ങിലാണെങ്കിൽ പോലും നിലവിൽ മദ്യം വിളമ്പാൻ അനുമതി ലഭിക്കൂ. ഇതിനെതിരെ കോട്ടയം സ്വദേശിയായ അലക്സ് എന്ന വിദേശ മലയാളിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വിവാഹം, മാമോദിസ തുടങ്ങിയ ചടങ്ങുകളിൽ മദ്യം വിളമ്പുന്നതിന് അനുമതി വേണമെന്ന വ്യവസ്ഥ എടുത്തുകളയണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. സ്വകാര്യ ചടങ്ങുകളിൽ മദ്യം വിളമ്പുന്നതിന് എക്സൈസ് വകുപ്പിന്റെ അനുമതി വേണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. വീടുകളിലെ സ്വകാര്യ ചടങ്ങുകളിൽ മദ്യം വിളമ്പിയാൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇടപെടാൻ പാടില്ല. എന്നാൽ ഇത്തരം ചടങ്ങുകളിൽ ഒരു തരത്തിലുള്ള മദ്യവിൽപ്പനയും പാടില്ലെന്നും ഉത്തരവിലുണ്ട്. പരമാവധി 15 ലിറ്റർ വരെ മദ്യം മാത്രമേ ഇത്തരം ചടങ്ങുകളിൽ വിളമ്പാൻ അനുവദിക്കൂ എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഹോട്ടലുകളിലും മറ്റും സംഘടിപ്പിക്കുന്ന മദ്യസൽക്കാരങ്ങൾക്ക് ഇളവ് ബാധകമല്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രാജസ്ഥാനിൽ പാവപ്പെട്ട ജനങ്ങളെ ദരിദ്രരെന്നും അതിദരിദ്രരെന്നും ചാപ്പകുത്തുന്ന BJP സർക്കാരിന്റെ നടപടി പ്രാകൃതവും അപരിഷ്കൃതവുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാസി അധിനിവേശ പ്രദേശങ്ങളിൽ ജൂതരും ന്യൂനപക്ഷ വിഭാഗങ്ങളും അടങ്ങുന്നവരെ പ്രത്യേക ചേരികളിൽ തള്ളിയ ഹിറ്റ്ലറുടെ നടപടിയെ ഓർമ്മിപ്പിക്കുന്നതാണിത്. പൊതുവിതരണ സംവിധാനത്തിന് ജനങ്ങളിൽ നിന്ന് ശക്തമായ ആവശ്യമുയരുമ്പോഴാണ് പാർപ്പിടത്തിന് മുന്നിൽ ഞാൻ ദരിദ്രൻ, അതിദരിദ്രൻ എന്നിങ്ങനെ പെയിന്റ് ചെയ്തു വെച്ച് രാജസ്ഥാൻ സർക്കാർ ജനങ്ങളെ വേർതിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സ്വന്തം വീടിന്റെ ചുവരിൽ ദാരിദ്ര്യ പ്രഖ്യാപനം നടത്തിയാൽ മാത്രം ഭക്ഷ്യ സബ്സിഡി ലഭിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ വേർതിരിവും അസന്തുഷ്ടിയുമാണ് സൃഷ്ടിക്കുക. ദരിദ്ര ജനങ്ങൾക്ക് ദാരിദ്ര്യം പതിച്ചു നൽകി മാറ്റി നിർത്തുന്നതാണ് രാജസ്ഥാൻ സർക്കാരിന്റെ നടപടിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ചെമ്പനോട വില്ലേജ് ഓഫീസ് വിജിലൻസ് റെയ്ഡ് ചെയ്യുകയാണ്. വിജിലൻസ് SP സാബുവിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ്. വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, റെയ്ഡ് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? എന്തെങ്കിലും നിർണായക സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? അഞ്ജു, വിജിലൻസ് ഡയറക്ടറുടെ പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് വിജിലൻസ് DYSP സാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം 1:15 ചെമ്പനോട വില്ലേജ് ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയത്. വിജിലൻസിന്റെ വിശദമായ പരിശോധന തന്നെയാണ് നടക്കുന്നത്. പരിശോധന ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. 4 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോൾ പരിശോധന. ചില രേഖകൾ, ജോയിയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ വിവരങ്ങൾ തന്നെ അല്ലെങ്കിൽ രേഖകൾ അന്വേഷണ സംഘത്തിന് ഇവിടെ നിന്നും ലഭിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം കോഴിക്കോട് ജില്ലാ കളക്ടർ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി വ്യക്തമാക്കിയിരുന്നു. വിശദമായ അന്വേഷണത്തിന് നിയോഗിച്ച ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള റവന്യൂ വിഭാഗവും ഇപ്പോൾ ചെമ്പനോട വില്ലേജ് ഓഫീസിൽ തെളിവെടുപ്പിനായി എത്തിയിട്ടുണ്ട്. നാട്ടുകാരിൽ നിന്നും ജോയിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും ഇവരും തെളിവെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വില്ലേജ് ഓഫീസും അതേപോലെ തന്നെ ജോയിയുടെ വസതിയും സന്ദർശിക്കുന്ന ഒരു സാഹചര്യവും ഇന്നുണ്ടായി. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് കേസ് അന്വേഷിക്കുന്ന പേരാമ്പ്ര CAയുടെ നേതൃത്വത്തിലുള്ള സംഘം ജോയിയുടെ ഭാര്യയിൽ നിന്നും അതേപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നും വിശദമായ മൊഴിയെടുത്തു. റവന്യൂ വില്ലേജ് അസിസ്റ്റന്റ് ഫിലീഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇവർ മൊഴി നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം ഈ തർക്കം നിലനിന്ന ജോയിയുടെ ഭാര്യയുടെ ഉടമസ്ഥയിലുള്ള 80 സെന്റ് ഭൂമിയുടെ കരമടയ്ക്കുന്ന പ്രക്രിയയും ഇന്ന് വില്ലേജ് ഓഫീസിൽ നടക്കുകയുണ്ടായി. അഞ്ചു. ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ജൂൺ 1 മുതൽ നടപ്പിൽ വരുന്ന GST സമ്പ്രദായത്തിലൂടെ കേരളത്തിന് നികുതി നേട്ടമുണ്ടാകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സാധനങ്ങൾക്ക് വില കൂടുമെന്ന പ്രചരണം ശരിയല്ലെന്നും എന്നാൽ ഹോട്ടലുകൾക്ക് ഉള്ള 5% നികുതി സാധാരണക്കാരനെ ബാധിക്കുമെന്നും ഐസക് വ്യക്തമാക്കി.
ജൂലൈ 1 മുതൽ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന GST സംവിധാനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കേരളം പൂർത്തിയാക്കിയതായി ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. 76% വ്യാപാരികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണക്കുകൂട്ടലുകൾ അനുസരിച്ച് 14 മുതൽ 20% നികുതി വർധനവാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. GST നടപ്പിൽ വരുമ്പോൾ വില വർധന ഉണ്ടാകുമെന്ന പ്രചരണം ശരിയല്ലെന്നും ഐസക് പറഞ്ഞു. GST രജിസ്ട്രേഷനുള്ള ആർക്കും ലോട്ടറി വിൽപ്പന നടത്താമെന്ന നില നിയന്ത്രിക്കാൻ ലോട്ടറിയുടെ മേൽ പരമാവധി നികുതി ഏർപ്പെടുത്തുമെന്നും ഐസക് വ്യക്തമാക്കി. മറ്റ് സംസ്ഥാനങ്ങൾ ഇടനിലക്കാർ വഴി നടത്തുന്ന ലോട്ടറി മാഫിയ വഴി നടത്തുന്ന ലോട്ടറികളെ കേരളത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നികുതി പരമാവധിയാക്കുക, മേക്ക് ഇറ്റ് അൺപ്രോഫിറ്റബിൾ. സംസ്ഥാനത്തിന് മുഴുവൻ നികുതി, മുതലും കുറച്ച് നികുതി പോയാൽ പോലും പാതി കിട്ടുമല്ലോ. അതുകൊണ്ട് നമുക്ക് നട്ടമില്ല നടത്താം. 20 ലക്ഷം പേരുള്ളവർക്ക് അവരുടെ ഉപജീവനം നടക്കുകയും ചെയ്യും. ജൂലൈ 1 എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ GSTയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകും. സംശയങ്ങൾ ജനങ്ങൾക്ക് ഓൺലൈനിലായി അയക്കാം. പോസ്റ്റ് GST questions@kerala.co.in എന്ന ഇമെയിൽ അഡ്രസ്സിലാകണം സംശയങ്ങൾ ഉന്നയിക്കാൻ. ഓൺലൈനായിട്ട് ഇവിടെ കമ്മീഷണറേറ്റിലേക്ക് എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ഏത് ഓർഗനൈസേഷനും അയച്ചു തരാവുന്നതാണ്. അപ്പോൾ പോസ്റ്റ് GST questions@kerala.government.in എന്നുള്ളതാണ്. പോസ്റ്റ് GST questions ഒറ്റ വാക്ക് @kerala.gov.in അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അച്ചടിച്ചും അവിടെ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഖത്തർ പ്രതിസന്ധി മറികടക്കാൻ 13 ഉപാധികളുമായി UAEയും സൗദിയും രംഗത്ത്. അൽ ജസീറ TV അടച്ചുപൂട്ടുക, ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി ഖത്തർ പ്രതിസന്ധിയിൽ മധ്യസ്ഥം വഹിക്കുന്ന കുവൈറ്റാണ് ഉപാധികൾ ഖത്തറിനെ അറിയിച്ചത്. ഖത്തർ പ്രതിസന്ധി പരിഹരിക്കാൻ സൗദി അറേബ്യയും UAEയും വെച്ച 13 ഉപാധികൾ ഖത്തർ ചർച്ച ചെയ്തു വരികയാണ്. ബ്രദർഹുഡ് അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള സഹായം നിർത്തലാക്കുക, ഇത്തരം പ്രതിലോമ തീവ്രവാദ വിഭാഗങ്ങളെ സഹായിക്കുന്ന അൽ ജസീറ TV അടച്ചുപൂട്ടുക, മേഖലയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഇറാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും നിർത്തുക എന്നിവയാണ് പ്രധാന ഉപാധികൾ. കൂടാതെ തുർക്കിയുടെ സൈനിക സാന്നിധ്യം ഒഴിവാക്കണമെന്നും നഷ്ടപരിഹാരമായി തിട്ടപ്പെടുത്താത്ത തുക ഈട് നൽകണമെന്നും തുടങ്ങിയ 13 ഉപാധികൾ ഇപ്പോൾ ഖത്തറിന് മുന്നിലുണ്ട്. സൗദിയുടെയും UAEയുടെയും ഉപാധികൾ സംബന്ധിച്ച് ഖത്തർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ തിരുവനന്തപുരം നഗരസഭ ഒന്നാമതായി തെരഞ്ഞെടുക്കപ്പെട്ടു. 50 നഗരങ്ങളുമായി മത്സരിച്ചാണ് തിരുവനന്തപുരം ഒന്നാമതെത്തിയത്. കേന്ദ്ര സർക്കാരിൽ നിന്നും 500 കോടി രൂപയാണ് പദ്ധതിക്കായി ലഭിക്കുക. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് തിരുവനന്തപുരം നഗരസഭാ മേയർ VK പ്രശാന്ത് വ്യക്തമാക്കി. കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി 2016 ജൂലൈ മാസത്തിലാണ് തിരുവനന്തപുരം നഗരസഭ പ്രയത്നം ആരംഭിച്ചത്. 2 ഘട്ടങ്ങളിലായി നടന്ന മത്സരത്തിനൊടുവിലാണ് തിരുവനന്തപുരം നഗരസഭ ഒന്നാമതായത്. രാജ്യത്തെ 50 നഗരങ്ങളുമായാണ് തിരുവനന്തപുരം മത്സരിച്ചത്. നേട്ടത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച മേയർ VK പ്രശാന്ത് പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് വ്യക്തമാക്കി. എന്തായാലും വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മൾ നടത്തിയിട്ടുള്ള ഒരു വലിയ അക്ഷീണ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് സ്മാർട്ട് സിറ്റി പ്രപ്പോസലിൽ നമുക്ക് കടന്നു വരാൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ തവണ നമ്മൾ പിന്തള്ളപ്പെട്ടു പോയതാണ്. അപ്പോൾ ഇത്തവണ നമുക്ക് ഒന്നാമതായി തന്നെ വരാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് നടപ്പാക്കുമ്പോൾ തീർച്ചയായും ഒരു വലിയ വികസന പരിപാടിയിലേക്ക് നമുക്ക് വരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നേരത്തെ സ്മാർട്ട് സിറ്റി കിട്ടിയ പല നഗരങ്ങളിലും പദ്ധതി പ്രവർത്തനം ആരംഭിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അതിൻ്റെ ന്യൂനതകൾ എന്താണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വളരെ സമയബന്ധിതമായി പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം നഗരസഭ ഒരുക്കുകയും ചെയ്യും. 1538 കോടി രൂപയുടെ പദ്ധതിയാണ് തിരുവനന്തപുരം നഗരസഭ പദ്ധതിക്കായി സമർപ്പിച്ചത്. സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെട്ടതോടെ കേന്ദ്രത്തിന്റെ 500 കോടി രൂപയാണ് പദ്ധതിക്കായി ലഭിക്കുക. ഇതോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ 450 കോടിയും നഗരസഭയുടെ 50 കോടിയും സ്വകാര്യ സംരംഭകരിൽ നിന്നുള്ള 538 കോടിയും ഉൾപ്പെടുന്നതാണ് പദ്ധതി. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയമേഖലയുടെ വികസനമാണ് പദ്ധതിയിലെ പ്രധാന അജണ്ട. 100 വാർഡുകളെ ബന്ധിപ്പിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക. പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ തിരുവനന്തപുരം നഗരത്തിന് ലഭിക്കുക സ്മാർട്ട് ബസ് സ്റ്റോപ്പുകൾ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ ഗ്രാമങ്ങൾ, പൈതൃക മേഖല, പുത്തിരിക്കണ്ടം എന്നിവയുടെ വികസനം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDFന്റെ മെട്രോ യാത്രയിൽ നിയമലംഘനം നടന്നതായി പരാതി ലഭിച്ചിട്ടും KMRL തുടർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് CPIM. KMRL അധികൃതർ രാഷ്ട്രീയദാസ്യം കാണിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ ഇടപെടണമെന്നും CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ് ആവശ്യപ്പെട്ടു.
സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ഇപ്പോൾ ചേർന്നു. എല്ലാവരും അങ്ങേയറ്റം സഹകരണാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത്. ഈ പനിക്കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന നിലപാടാണ് പൊതുവെ സ്വീകരിച്ചത്. നേരത്തെ തന്നെ ചില കാര്യങ്ങൾ ഇക്കാര്യത്തിൽ നടപടികളെന്ന നിലക്ക് നീക്കിയിരുന്നു. ഇപ്പോൾ ആശുപത്രികളുടെ കാര്യത്തിൽ 2 മണി കഴിഞ്ഞാലും ഡോക്ടർമാരുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് തന്നെ നീക്കിക്കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള ഡോക്ടർമാരെ വെച്ച് ക്രമീകരിക്കാൻ പറ്റുന്നത് എങ്ങനെയെന്ന് ഒരു ഭാഗത്ത് ആലോചിക്കും. അതോടൊപ്പം താൽക്കാലിക നിയമനം നടത്താൻ പറ്റുന്നത് നടത്തുകയും ചെയ്യും. സ്വകാര്യ ആശുപത്രികളിൽ ജോലിയെടുക്കുന്ന ഡോക്ടർമാർ സഹായിക്കാൻ തയ്യാറായി വരുന്നവരുണ്ട്. അപ്പോൾ അവരെയും ആശുപത്രികളിൽ ഉൾക്കൊള്ളിക്കും. അതോടൊപ്പം തന്നെ സർവീസിൽ നിന്ന് പിരിഞ്ഞ ഒട്ടേറെ ഡോക്ടർമാരുണ്ട്. അവരുടെ സേവനവും ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ഡോക്ടർമാർ ഈ പറയുന്ന എല്ലാ സോഴ്സിലൂടെയും കണ്ടെത്താനാണ് ആരോഗ്യവകുപ്പ് ശ്രമിച്ചു വരുന്നത്. ഇതിനോടൊപ്പം പ്രൈമറി ഹെൽത്ത് സെൻ്ററിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലും ഡോക്ടർമാരുടെ നിയമനത്തിൻ്റെ പ്രശ്നമുണ്ട്. അത് തദ്ദേശഭരണ സ്ഥാപനമാണ് നിയമിക്കുക. പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഒരു ഡോക്ടർ, ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ 2 ഡോക്ടർമാർ, 2 പാരാമെഡിക്കൽ സ്റ്റാഫ്. അത്രയും പേരെ തദ്ദേശഭരണ വകുപ്പ് തന്നെ നിയമിക്കും. ഇതോടൊപ്പം വാർഡുകളുടെ സൗകര്യം നല്ല തോതിൽ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിലവിലുള്ള വാർഡിൻ്റെ സൗകര്യമല്ല, കൂടുതൽ വാർഡ് ഇതിനു വേണ്ടി ഒരുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ആശുപത്രികളിൽ ഒരുക്കാൻ കഴിയുന്നത്ര ഈ ഉപയോഗിക്കാത്ത സ്ഥലങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുക എന്ന കാഴ്ചപ്പാടാണുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ, പ്രത്യേക ഷെഡുകൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതും പരിശോധിക്കണമെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ. ഈ യോഗം പൊതുവിൽ നമ്മുടെ സ്വകാര്യ ആശുപത്രികളോട് ഒരു അഭ്യർത്ഥന നടത്തുന്നുണ്ട്. അതായത് സ്വകാര്യ ആശുപത്രികളിൽ നിശ്ചിത എണ്ണം രോഗികളെ ചികിത്സിക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ആളുകൾ പനിയെ ബാധിച്ച് സ്വകാര്യ ആശുപത്രികളെ ചിലതിനെ സമീപിക്കുമ്പോൾ അതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞ് മടക്കുന്ന നിലയുണ്ട്. അപ്പോൾ ആ ആശുപത്രികൾ ഈ അവസ്ഥ കണ്ടുകൊണ്ട് പ്രത്യേക കേന്ദ്രങ്ങൾ, വാർഡുകൾ ഒരുക്കാനുള്ള ശ്രമം വേണം എന്നൊരു അഭ്യർത്ഥന അവരോട് നടത്തുന്നുണ്ട്. നേരത്തെ ചില ഘട്ടങ്ങളിൽ സ്വകാര്യ ആശുപത്രികൾ ഇങ്ങനെ ചെയ്തിരുന്നു. അതവർ ഇത്തവണയും ചെയ്യണം എന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകതയുണ്ടായത് ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ നാടാകെ ഒന്നിച്ച് നീങ്ങേണ്ടതാണ് എന്ന നിലപാട് തന്നെയാണ് എല്ലാ കക്ഷികളും എടുത്തത്. അങ്ങേയറ്റം ആരോഗ്യകരമായ ഒരു സമീപനമാണ് യോഗത്തിൽ ഉണ്ടായത്. ചില അഭിപ്രായങ്ങൾ വന്നു മാലിന്യം നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ടിട്ട്. അതിൽ മാലിന്യം നഗരങ്ങളിലാണ് വലിയ തോതിൽ ഒന്നുകൂടി കിടക്കുന്നത്. അപ്പോൾ നഗരങ്ങളിലുള്ള മാലിന്യം നീക്കം ചെയ്യുന്നതിൽ കേന്ദ്രീകൃത സംവിധാനങ്ങളടക്കം വേണ്ടിവരും എന്ന അഭിപ്രായങ്ങൾ വന്നു.
അപ്പോൾ അത് സ്വീകരിച്ചിരിക്കുകയാണ്. നഗരങ്ങളിൽ കേന്ദ്രീകൃത സംവിധാനമടക്കം ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ചികിത്സയുമായി ബന്ധപ്പെട്ട് ഹോമിയോപ്പതിക്കും ആയുർവേദത്തിനുമൊക്കെ ഇതിൽ പങ്കുവഹിക്കാൻ കഴിയുമെന്ന അഭിപ്രായം വന്നു. അവരെയും ആ ശാഖകളെയും ഉപയോഗിക്കാൻ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഹോമിയോപ്പതിക്ക് പ്രതിരോധ മരുന്ന് നല്ലതുപോലെയുണ്ട് എന്ന അഭിപ്രായവും വന്നു. അതും സ്വീകരിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്തിന് ഫണ്ട് നൽകുന്ന കാര്യത്തിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ഇപ്പോൾ പഞ്ചായത്തിന് തന്നെ ഫണ്ട് ചെലവഴിക്കാം. ആ ചെലവഴിച്ച ഫണ്ട് പിന്നീട് പഞ്ചായത്തിന് തിരിച്ചു നൽകും. അപ്പോൾ പണത്തിൻ്റേതായ ഒരു ക്ഷാമം ഒരിടത്തും ഉണ്ടാകില്ല. ആവശ്യമായ നടപടികൾ പഞ്ചായത്തിന് തന്നെ, പഞ്ചായത്തെന്ന് പറയുമ്പോൾ തദ്ദേശഭരണ സ്ഥാപനത്തിന് തന്നെ സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട NCC, NSS, സ്റ്റുഡൻറ് ഗൈഡഡ് പോലീസ് അങ്ങനെയെല്ലാമുള്ള വിഭാഗങ്ങളുണ്ടല്ലോ. എന്നാൽ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളാകെ ഇതിൽ പങ്കുവഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഈ യോഗം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് പൊതുവൊരു അഭ്യർത്ഥന നടത്തുക. ഈ 27, 28, 29 തീയതികളിലെ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ കൂടി പങ്കുവഹിക്കുന്നതിന് ഉതകുന്ന നിലപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വീകരിക്കണം എന്നൊരു അഭ്യർത്ഥന ഈ യോഗം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുന്നിൽ നടത്തുകയാണ്. ഓടകളും മറ്റും വൃത്തിയാക്കുന്ന പ്രശ്നം വരുമ്പോൾ നഗരങ്ങളിൽ പ്രത്യേകിച്ചും വരുന്നൊരു കാര്യം, തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ ഓട കഴിഞ്ഞാൽ പിന്നെ PWDയുടെ ഓടയാണ്. അപ്പോൾ PWDയുടെ ഓട വൃത്തിയാക്കുക എന്നൊരു നിർദ്ദേശം ഇവിടെ വന്നു. അത് പക്ഷേ ഞങ്ങൾ ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത കാര്യമായിരുന്നു. അത് വ്യക്തമാക്കുകയുണ്ടായി. PWDയുടെ ഓടയും ഇതോടൊപ്പം തന്നെ വൃത്തിയാക്കുക എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഓടയും വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി കാണുന്നത്. മറ്റൊരു നിർദ്ദേശം വന്നത് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ കീഴിലുള്ള സബ് സെൻ്ററുകളുണ്ട്. ആ സബ് സെൻ്ററുകൾ ചിലയിടത്ത് ഫലപ്രദമല്ല. അത് ഫലപ്രദമാക്കാം എന്ന നിലപാടെടുത്തിട്ടുണ്ട്. എല്ലാ സബ് സെൻ്ററുകളും ഈ ഘട്ടത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കണം എന്ന് കണ്ടിട്ടുണ്ട്. ഇത് ഈ യോഗം തീരുമാനിക്കുന്നത് എല്ലാ പ്രദേശങ്ങളിലും സർവകക്ഷി യോഗം നടക്കണം. എല്ലാ തദ്ദേശഭരണ സ്ഥാപന തലത്തിൽ സർവകക്ഷി യോഗം നടക്കണം. അത് 27-ന് മുൻപ് നടക്കണം. തീയതി ഇവിടെ ഇപ്പോൾ ഒരു പൊതുവിൽ തീരുമാനിച്ചിട്ടില്ല. ഓരോ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെയും സൗകര്യമനുസരിച്ച് തീരുമാനിക്കാം. ഇതിനിടക്ക് പെരുന്നാൾ 25-ഓ 26-ഓ എന്ന പ്രശ്നമുണ്ട്. അതുകൂടി നോക്കിക്കൊണ്ട് അവർക്ക് തീരുമാനിക്കാവുന്നതാണ്. ഏതായാലും എല്ലായിടങ്ങളിലും സർവകക്ഷി യോഗം നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പൊതുവെ ആരോഗ്യകരമായ സമീപനമാണ് ഈ കാര്യത്തിൽ ഉണ്ടായത്. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. പങ്കെടുത്ത ആളുകൾ ആരോഗ്യമന്ത്രി, തദ്ദേശഭരണ വകുപ്പ് മന്ത്രി, പ്രതിപക്ഷ നേതാവ്, LDF കൺവീനർ, KPCC പ്രസിഡന്റ്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, പ്രകാശ് ബാബു, CPIയിൽ നിന്ന് പ്രകാശ് ബാബു, ജനതാദളിൽ നിന്ന് K കൃഷ്ണൻകുട്ടി, കോൺഗ്രസ് VS ശിവകുമാർ MLA കൂടി ഉണ്ടായി, PK ആനന്ദക്കുട്ടൻ NCP, ഭീമാപ്പള്ളി റഷീദ് മുസ്ലിം ലീഗ്, വിജയംപിള്ള MLA CMB, ഡോക്ടർ N ജയരാജ് കേരള കോൺഗ്രസ് M, ജോർജ് തോമസ് JDU, C വേണുഗോപാലൻ നായർ കേരള കോൺഗ്രസ് B, VS മനോജ് കുമാർ കേരള കോൺഗ്രസ് ജേക്കബ്, ഉഴമലക്കൽ വേണുഗോപാൽ കോൺഗ്രസ് S, ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും തദ്ദേശഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഇത് ഈ യോഗത്തിലുണ്ടായിരുന്നു. പൊതുവെ നമ്മുടെ നാട് നേരിടുന്ന ഒരു പ്രശ്നത്തെ
ആരോഗ്യകരമായി സമീപിക്കുന്ന നിലപാടാണ് പൊതുവിൽ എല്ലാവരുടെയും ഭാഗത്തുണ്ടായത്. മാധ്യമങ്ങളോടുള്ള അഭ്യർത്ഥനയുണ്ട്, അതും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളോടുള്ള അഭ്യർത്ഥന എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഇതുമായി ബന്ധപ്പെട്ട് പനിയെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണത്തിനാണ് പ്രാമുഖ്യം നൽകേണ്ടത്. അത് ദൃശ്യ, ശ്രവ്യ, പ്രിന്റ് മാധ്യമങ്ങളോടൊക്കെ ഒരു അഭ്യർത്ഥനയായി നടത്താനും യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചത് ഇപ്പോൾ നേരത്തെയുള്ള ജില്ലാ തലത്തിലുള്ള ഒരു സംവിധാനമുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ ആരോഗ്യമന്ത്രിയുടെയും ആരോഗ്യ സെക്രട്ടറിയുടെയുമായ ഒരു മോണിറ്ററിംഗ് സെല്ലുണ്ടാവും. മറ്റത് DMOയുടെ നേതൃത്വത്തിലുള്ള മോണിറ്ററിംഗ് സെല്ലാണ്. മറ്റത് ബന്ധപ്പെട്ട സെക്രട്ടറിമാരെ വിളിച്ച് ചീഫ് സെക്രട്ടറി ഏകോപനം നടത്തണം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും നടത്താവുന്നതാണ്, അതിനൊരു പ്രശ്നവുമില്ല. അത് ചീഫ് സെക്രട്ടറിയും മറ്റ് സെക്രട്ടറിമാരും കൂടി ഇരുന്നോളും ആ കാര്യത്തിൽ. ശരി. കാല രോഗങ്ങളെയും പനിമരണത്തെയും ഒക്കെ നേരിടാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലും പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലുമൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർമാരെയും ഒപ്പം നഴ്സുമാരെയും നിയമിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഒപ്പം മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടത്ര പ്രാമുഖ്യം നൽകിക്കൊണ്ട് വരും ദിവസങ്ങളിൽ ശുചീകരണ യജ്ഞം തന്നെ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. അതിനായി വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒക്കെ സഹകരണം ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെയുള്ള ഒരു ആരോഗ്യകരമായ ഒരു നിലപാടാണ് ഇന്ന് സർവകക്ഷി യോഗത്തിൽ കൈക്കൊണ്ട് ഇരിക്കുന്നത്. വരും ദിവസങ്ങളിൽ എല്ലാവരും കൈകോർത്തുകൊണ്ട് നല്ലൊരു സഹകരണം ഈ ഒരു യജ്ഞത്തിന് എടുക്കണമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ ഷീജ ചേരുകയാണ്. ഷീജ, മറ്റെന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നു? എല്ലാവരും ആരോഗ്യകരമായ ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണോ, ഒരു നിലപാടിലേക്ക് തന്നെയാണോ ഇന്ന് സർവകക്ഷി യോഗത്തിൽ എത്തിയത്? അഞ്ജു, തീർച്ചയായും യോഗത്തിൽ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നൊരു സമീപനം തന്നെയാണ് സർവകക്ഷി യോഗത്തിൽ സ്വീകരിച്ചത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയത്. ഏതായാലും എല്ലാവരും അത്തരത്തിലുള്ള സഹകരണ മനോഭാവം തന്നെയാണ് യോഗത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും സർവകക്ഷി യോഗം കൈക്കൊണ്ട തീരുമാനങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആശുപത്രികളിൽ ഉച്ചയ്ക്ക് ശേഷം, പ്രത്യേകിച്ചും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു പരാതി ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിൽ 2 മണി മുതൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കാനായി സർവകക്ഷി യോഗം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. നിലവിലുള്ളവരെയും അതോടൊപ്പം നിലവിൽ ഉള്ളവരെ വെച്ചും അതോടൊപ്പം തന്നെ താൽക്കാലികമായും ഡോക്ടർമാരുടെ നിയമനവും ഇതിനായി നടത്തുന്നതായിരിക്കും. ഒപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിലുള്ള ഡോക്ടർമാർക്ക് ആവശ്യമെങ്കിൽ ഈ രീതിയിൽ എത്തി സഹായിക്കാം. അവരുടെ അത്തരത്തിൽ തൽപരരായിട്ടുള്ളവരെയും ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു സുപ്രധാന തീരുമാനം, റിട്ടയർഡ് ചെയ്ത ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രാഥമികമായി ഒരു ഡോക്ടറുടെയും ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും സേവനം ഉറപ്പാക്കാൻ തീരുമാനിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ 2 ഡോക്ടർമാരുടെയും 2 തദ്ദേശ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും സേവനം ഉറപ്പാക്കാനും തീരുമാനിച്ചിരുന്നു. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലാകും ഇത് നടപ്പാക്കുക. ഒപ്പം തന്നെ വാർഡുകളുടെ സൗകര്യം വർദ്ധിപ്പിക്കാനും ഇന്ന് ചേർന്ന സർവകക്ഷി യോഗം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർഡുകൾ ഇതിനായി ഒരുക്കുന്നതായിരിക്കും. മിക്ക ആശുപത്രികളിലും രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ കിടത്തി ചികിത്സ ഉറപ്പാക്കുക എന്നതിന്റെ ഭാഗമായി കൂടുതൽ വാർഡുകൾ ഒരുക്കുന്നതായിരിക്കും. ഇതിനായി ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങൾ, ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നതായിരിക്കും. ഷെഡുകൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ രീതിയിലൊരു നടപടി സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുക. അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളിൽ നിശ്ചിത രോഗികളെ മാത്രമേ ഉൾപ്പെടുത്താൻ കഴിയൂ എന്നൊരു സാഹചര്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അവരും പ്രത്യേക വാർഡുകൾ ഒരുക്കണം എന്നൊരു അഭ്യർത്ഥന സർക്കാർ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ മാലിന്യ സംസ്കരണമാണ് മറ്റൊരു പ്രധാന വിഷയം നിലനിൽക്കുന്നത്. നഗരങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഒരു കേന്ദ്രീകൃത സംവിധാനം ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പഞ്ചായത്തുകൾക്ക് ഫണ്ട് നൽകുന്നതിൽ യാതൊരുവിധ പ്രശ്നമില്ലെന്നും പണത്തിന്റെ ക്ഷാമം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ 27, 28, 29 തീയതികളിൽ നടക്കുന്ന ശുചീകരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതായിരിക്കും. ഏതായാലും
എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും 27-ാം തീയതി ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർവകക്ഷി യോഗങ്ങൾ നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്താനും ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. ശരി, വ്യക്തമാണ്. സംസ്ഥാനത്ത് പനി പടർന്നു പിടിക്കുന്നത് തടയാൻ ഉജ്ജ്വല നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് വിളിച്ച സർവകക്ഷി യോഗത്തിൽ എല്ലാവരും അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. വിവരങ്ങളാണ് ഷീജ നൽകിയത്. പകർച്ചപ്പനി തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ഊർജിതമാക്കി. ജനകീയ കൂട്ടായ്മയിൽ നടക്കുന്ന ശുചീകരണത്തിന് പുറമെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഈ മാസം 29-ന് ഡ്രൈ ഡേ ആചരിക്കാനും തീരുമാനം. ആശുപത്രികളിൽ OP സമയം കൂട്ടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജനകീയ കൂട്ടായ്മയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള ശ്രമമാണ് കോഴിക്കോട് ജില്ലയിൽ നടന്നുവരുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ സമിതി യോഗം ഇതിനുള്ള കർമ്മപരിപാടികൾക്ക് രൂപം നൽകി. പകർച്ചപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്ത കൂരാച്ചുണ്ട്, നരിക്കുനി, കാക്കൂർ, നന്മണ്ട, പനങ്ങാട് തുടങ്ങിയ പഞ്ചായത്തുകളിലും രാമനാട്ടുകര നഗരസഭ, കോഴിക്കോട് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലും പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. മാലിന്യം നീക്കം ചെയ്യാനും ഓടകൾ വൃത്തിയാക്കാനും പ്രത്യേകം നിർദ്ദേശം നൽകി കഴിഞ്ഞു. ശുചീകരണത്തിനൊപ്പം കൊതുകിനെ തുരത്താനുള്ള ആധുനിക സംവിധാനങ്ങൾ കൂടി വികസിപ്പിച്ചെടുത്താലേ ഫലപ്രദമായ ഇടപെടൽ സാധ്യമാകൂ എന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായ ഡോക്ടർ KP അരവിന്ദൻ പറഞ്ഞു. പല രാജ്യങ്ങളും ചെയ്യുന്നത് ഈ ആൺകൊതുകുകളെ പല ടെക്നിക്കുകൾ ജനിതക ഇതുകൊണ്ടോ റേഡിയേഷൻ കൊണ്ടോ വന്ധ്യംകരിച്ച ആൺകൊതുകുകളെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് റിലീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൊതുവിൽ കൊതുകിൻ്റെ പോപ്പുലേഷൻ കുറയുന്ന സംഗതി. അത്തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നിക്കുകളെ പറ്റി ഈ വേസ്റ്റ് ഡിസ്പോസലിനൊപ്പം തന്നെ ആലോചിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പുതിയ ചിന്ത ഈ കാര്യത്തിൽ വേണം തോന്നുന്നു. 27, 28, 29 തീയതികളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വാർഡുകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും ശുചീകരണത്തിൽ പങ്കാളികളാവും. ഓടകൾ വൃത്തിയാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചതായി ജില്ലാ ശുചിത്വ മിഷൻ അറിയിച്ചു. 29-ന് മുഴുവൻ സ്കൂളുകളിലും ഡ്രൈ ഡേ ആചരിച്ച് സ്കൂൾ പരിസരം വൃത്തിയാക്കും. പനിബാധിതർ കൂടിവരുന്ന സാഹചര്യത്തിൽ OP സമയം വർദ്ധിപ്പിക്കാനും ജില്ലാ കളക്ടർ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താലൂക്ക് ആശുപത്രികൾ മുതൽ പനി ക്ലിനിക്കുകൾ കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്ത് പനി പടർന്നു പിടിക്കുന്നത് തടയാൻ നടപടികളുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്ത്. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ IMAയുടെ പുതിയ പനി ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ 6 മണി വരെയാണ് ക്ലിനിക്കിന്റെ പ്രവർത്തനം. സംസ്ഥാനം പകർച്ചപ്പനിയിൽ വലയുന്ന സാഹചര്യത്തിലാണ് പനി നിയന്ത്രണ വിധേയമാക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൂടി രംഗത്തിറങ്ങുന്നത്. പുതിയ പനി ക്ലിനിക്കുമായി ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ 6 മണി വരെയാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുക. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ആരോഗ്യമന്ത്രി KK ശൈലജ ക്ലിനിക്ക് രോഗികൾക്കായി തുറന്നുകൊടുത്തു. ജനറൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഇത് കൂടുതൽ ആശ്വാസമാകും. പനി ചികിത്സയും പ്രതിരോധ നടപടികളും ബോധവൽക്കരണവും ക്ലിനിക്കിൽ നിന്നും രോഗികൾക്ക് ലഭിക്കുമെന്ന് IMA തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഡോക്ടർ G വിജയകൃഷ്ണൻ പറഞ്ഞു. പനി വരുന്ന പേഷ്യൻസിനെ, പനിയായിട്ട് വരുന്ന പേഷ്യൻസിനെ വിദഗ്ധമായിട്ട് പരിശോധിക്കാൻ, അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും, അവർക്ക് കൊടുക്കാൻ ലീഫ്ലെറ്റ്സ് ഉൾപ്പെടെ അവർ എന്ത് ചെയ്യണമെന്നുള്ള ഉൾപ്പെടെ നമ്മൾ വിതരണം ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ക്ലിനിക്ക് കണ്ടക്ട് ചെയ്യുന്നത്. അവർക്ക് പനി പ്രതിരോധ ചികിത്സയ്ക്ക് എന്തൊക്കെ ചെയ്യണം, പനി വീട്ടിൽ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, പനി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഫീവർ ക്ലിനിക് പ്രവർത്തനമായിരിക്കും നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞെത്തുന്ന 2 ഡോക്ടർമാരാണ് ക്ലിനിക്കിൽ പ്രധാനമായും ഉണ്ടാവുക. രോഗികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാനാണ് തീരുമാനം. IMAയ്ക്ക് 103 ബ്രാഞ്ചുകളാണ് സംസ്ഥാനത്തുള്ളത്. ഓരോ പ്രദേശത്തെയും പനിയുടെ തോതനുസരിച്ചാകും ക്ലിനിക്കുകളുടെ പ്രവർത്തനം വേണോ പ്രതിരോധ ബോധവൽക്കരണ നടപടികൾ വേണോ എന്ന് തീരുമാനിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാരിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായി സാംസ്കാരിക ചലച്ചിത്ര മേഖലകളിലെ പ്രമുഖരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. സാംസ്കാരിക വകുപ്പ് കൊച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കാളികളായി. മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ പ്രതീക്ഷ നൽകുന്നതായി സാംസ്കാരിക നായകർ പ്രതികരിച്ചു. ചലച്ചിത്ര, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. സാംസ്കാരിക മേഖലയിൽ സർക്കാർ നടപ്പിലാക്കുന്നതും നടപ്പിലാക്കേണ്ടതുമായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ആശയവിനിമയമായിരുന്നു ലക്ഷ്യം. 2.5 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും നിലപാടുകളും അഭിപ്രായങ്ങളും മുഖ്യമന്ത്രി ചോദിച്ചറിഞ്ഞു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച പ്രതീക്ഷ നൽകുന്നുവെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ തുടങ്ങിയവർ പറഞ്ഞു. എനിക്ക് നന്ദിയുണ്ട് അദ്ദേഹത്തിനോട്. വളരെ പ്രിയപ്പെട്ട ഒരു നേതാവുമാണ് അദ്ദേഹം. എനിക്ക് സാംസ്കാരിക വകുപ്പും വളരെ സജീവമാണിപ്പോൾ. പിന്നെ സിനിമാ വകുപ്പ് എല്ലാം സജീവമായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും എല്ലാവരുടെ അഭിപ്രായം, ഇവിടെ വന്നിട്ടുള്ള മിക്കവാറും എല്ലാവരുടെ അഭിപ്രായം അദ്ദേഹം കേൾക്കുകയും
ഓരോന്നിനും വ്യക്തമായിട്ട് മറുപടി പറയുകയും ചെയ്തു അദ്ദേഹം. സിബി മലയിൽ ലെനിൻ രാജേന്ദ്രൻ, സേതു, ശ്രീകുമാരൻ തമ്പി, രഞ്ജിത്ത്, KL മോഹനവർമ്മ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു. രാവിലെ എറണാകുളം ജില്ലയിലെ പൗരപ്രമുഖരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. MK സാനു, ജസ്റ്റിസ് നാരായണക്കുറുപ്പ്, KR വിശ്വംഭരൻ, മേഴ്സിക്കുട്ടൻ, ജോണി ലൂക്കോസ്, MV നികേഷ് കുമാർ തുടങ്ങി പ്രമുഖർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.